ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ആശ. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് എൻ്റെ യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ട്, അതിൻ്റെ സക്സസ്സിന് വേണ്ടിയിട്ട് ഞാൻ ലോ ഓഫ് അട്രാക്ഷൻ എങ്ങനെയൊക്കെയാണ് പ്രാക്ടീസ് ചെയ്തത്, അത് വളരെ അടുക്കും ചിട്ടയോടും കൂടി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു രീതി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും. കാരണം നിങ്ങൾക്കൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുക, കുറേ കാര്യങ്ങൾ അറിയാമായിരിക്കും. അതിലെങ്ങനെ ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട് എങ്ങനെ അതിനെ ഒരു ചിട്ടയായിട്ട് കൊണ്ടുപോകണമെന്ന് ഡൗട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഞാൻ പറഞ്ഞിട്ടുണ്ട് മുമ്പത്തെ വീഡിയോ, അതായത് ഒരു മെഡിറ്റേഷൻ ടൈമിൽ ഒരു ഇൻറ്റ്യൂഷൻ പോലെ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ അറിയുന്നൊരു ഇൻറ്റ്യൂഷൻ അതാണ്. അപ്പോൾ അതിൽ കൂടെയാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങൂ എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിൽ വരുന്നത്. അതുവരെ യൂട്യൂബ് എന്താണെന്ന് പോലും കാണാനറിയാം എന്നുള്ളതല്ലാതെ അതിനെക്കുറിച്ച് ഒരു വിവരം ഇല്ലാത്ത ഒരാളാണ് ഞാൻ. അപ്പോൾ അതിനുശേഷം സാഹചര്യങ്ങളൊക്കെ എനിക്ക് അനുകൂലമായിട്ട് വന്നു. ഞാൻ ആശാജി കുമാർ എന്ന പേരിൽ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ നിങ്ങളുടെ മുമ്പേ വീഡിയോ അവതരിപ്പിക്കുന്നു. അതുവരെ എത്തി. അപ്പോൾ ഈശ്വരാനുഗ്രഹവും എൻ്റെ കഴിവും ഒക്കെ കൊണ്ട് ചാനൽ നല്ല രീതിയിൽ മുൻപോട്ട് പോകുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞു തരാം. ഫസ്റ്റ് ഞാൻ ചെയ്തത്, ഒരു നോട്ട്ബുക്ക് എടുത്തിട്ട് ഞാൻ താഴെ എഴുതിയിട്ടുണ്ടായിരുന്നു എൻ്റെ ചാനലിൻ്റെ പേരുൾപ്പെടെ. എനിക്ക് ആശാജി കുമാർ എന്ന പേരിൽ ഞാനൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്തു. അത് വളരെ വിജയകരമായിട്ട് മുന്നോട്ട് പോകുന്നു. അതിലെ ഓരോ കണ്ടൻറ്റും വളരെ മൂല്യമുള്ളതാണ്. ഇങ്ങനെ ഉള്ള രീതിയിൽ എന്താണ് ഒരു യൂട്യൂബ് ചാനലിന് ആവശ്യം അതൊക്കെ ഞാൻ നല്ല രീതിയിൽ എഴുതി. ഇത് എഴുതാൻ കാരണം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അത് എനിക്ക് എഴുതാൻ അറിയില്ല. അതിന് വേണ്ടിയിട്ട് ഞാൻ യൂട്യൂബ് ചാനലിനെ കുറിച്ചുള്ള ചാനലുണ്ടല്ലോ, യൂട്യൂബ് എങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളായിട്ട് മുൻപോട്ട് കൊണ്ടുപോകാം, അതിനെന്തൊക്കെ വേണമെന്നൊക്കെയുള്ള ചാനലുകളുണ്ട്, അത് കയറി കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി സബ്സ്ക്രൈബേഴ്സ് എന്താണ്, വ്യൂവേഴ്സ് എന്താണ്, ലൈക്ക് എന്താണ്, അപ്പോൾ അതിനൊക്കെ എന്തൊക്കെ മൂല്യം ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് താഴെ ഓരോ പോയിൻ്റായിട്ട് ഒരു പേജിനകത്ത് ഉണ്ടായിരുന്നു, അത് എഴുതി വെച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വേറൊരു ചെറിയ ബുക്ക് എടുത്തിട്ട് സ്ക്രിപ്റ്റിംഗ് എഴുതി എൻ്റെ ചാനലിനെ കുറിച്ച്. അതായത് ചാനൽ സക്സസ് ആയതിനു ശേഷം ഞാനിരുന്ന് എഴുതുന്ന പോലെയാണ് എഴുതിയത്. ആശാജി കുമാർ എന്ന പേരിൽ ഞാനൊരു നല്ലൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്തു. വളരെ നല്ല രീതിയിൽ വിജയകരമായിട്ട് മുൻപോട്ട് പോകുന്നു. ഓരോ മണിക്കൂറിലും സബ്സ്ക്രൈബേഴ്സ് കൂടുന്നു, വ്യൂവേഴ്സ് കൂടുന്നു. പിന്നെന്താണ്, കമൻറ്റ് ബോക്സിൽ വളരെ അഭിമാനം നിറയ്ക്കുന്ന കമൻറ്റ്സ് വന്ന് നിറയുന്നു. ഞാൻ പറയുന്ന ഓരോ അറിവും മറ്റുള്ളവരുടെ ജീവിതത്തിൽ അവർക്ക് നന്മകൾ ഉണ്ടാക്കുന്നു, അവരെ നേർവഴിക്ക് നയിക്കുന്നു. ഇങ്ങനെ എന്തൊക്കെയാണോ എനിക്ക് വേണ്ടത്, ആ ഒരു ചാനലിൽ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന എന്താണ്, മറ്റുള്ളവർക്ക് അതിന് നന്മ ഉണ്ടാകണമെന്നോ, അങ്ങനെ ആ രീതിയിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്കറിയില്ല ഇതിൻ്റെ എന്ത് മാജിക്കാണെന്ന്, പക്ഷെ അതുപോലെ ഇപ്പോൾ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സ്ക്രിപ്റ്റിംഗ് ആണിത് കേട്ടോ. ഞാൻ ചാനലിനെ കുറിച്ച് എഴുതിയ സ്ക്രിപ്റ്റ് കുറച്ച് വായിച്ചു തരാം. എല്ലാം നമുക്ക് വായിക്കാൻ പറ്റില്ലല്ലോ. ആശാജി കുമാർ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു, വളരെ നല്ല രീതിയിൽ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ആശാജി കുമാർ എന്ന ചാനൽ വളരെയധികം സക്സസ് ആകാൻ തുടങ്ങിയിരിക്കുന്നു. ഓരോ മണിക്കൂർ കഴിയുന്തോറും സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം അത്ഭുതകരമായിട്ട് കൂടി വരുന്നു. ലൈക്സ് ധാരാളം കൂടി വരുന്നു. ഞാൻ പോലും അത്ഭുതപ്പെടുന്ന ഫാസ്റ്റ് ഗ്രോത്ത് ആയിരുന്നു എനിക്കുണ്ടാകുന്നത്. ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും മിറാക്കിൾ ഗ്രോത്ത് ആയി കഴിഞ്ഞിരിക്കുന്നു. പോസിറ്റീവ് മെസ്സേജസ് ധാരാളം വന്നു തുടങ്ങി. സക്സസ് സ്റ്റോറി കിട്ടിത്തുടങ്ങി. ഒരുപാട് പേർ നന്ദി അറിയിക്കുന്നു, അനുഗ്രഹങ്ങൾ അറിയിക്കുന്നു. ഇത്തരത്തിൽ എൻ്റെ ചാനൽ വളരെയധികം സക്സസ്ഫുള്ളായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞിരിക്കുന്നു. എൻ്റെ വീഡിയോസ് കാണാനായിട്ട് ആൾക്കാർ കാത്തിരിക്കാൻ തുടങ്ങി. അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഞാൻ മനുഷ്യനല്ലേ, സ്വാർത്ഥത അവിടെയും കാണിച്ചു. അപ്പോൾ ഇത് എൻ്റെ ചാനലിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഞാൻ ചിന്തിച്ചു. ഇപ്പോൾ എനിക്കറിയാം എൻ്റെ ചാനൽ ഞാൻ കൂടുതൽ ദിവസം വീഡിയോസ് ഇടാതിരിക്കുകയാണെങ്കിൽ എന്നെ വിളിച്ച് ചോദിക്കാൻ ഒരുപാട് പേരുണ്ട്, എന്താ വീഡിയോ ഇടാത്തത്, ഒരുപാട് ദിവസമായല്ലോ എന്നൊക്കെ. അപ്പോൾ ഞാൻ എഴുതി വച്ചിരിക്കുന്നത് അക്ഷരം പ്രതി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു സ്ക്രിപ്റ്റിങ്, ആദ്യത്തേത് ഞാൻ എൻ്റെ ആഗ്രഹങ്ങൾ എഴുതി വെച്ചു, രണ്ടാമത് സ്ക്രിപ്റ്റിങ് എഴുതി. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഈ എഴുതിയ സ്ക്രിപ്റ്റിംഗ് ഉണ്ടല്ലോ, ഇത് ഞാൻ വിഷ്വലൈസ് ചെയ്യുമായിരുന്നു, നല്ല പക്ക വിഷ്വലൈസേഷൻ. അതായത് എനിക്ക് ഒരു ഡൈനിങ് ടേബിളുണ്ട്, അവിടെ ഇരുന്നിട്ട് ആണ് ഞാനിതൊക്കെ ചെയ്യുന്നത്. ഞാനിങ്ങനെ മൊബൈൽ നോക്കുന്നു, സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടുന്നു, ഞാൻ സന്തോഷിക്കുന്നു, ലൈക്ക് കൂടുന്നു, മെസ്സേജൊക്കെ വായിച്ച് അഭിമാനത്തോടു കൂടി എൻ്റെ അമ്മയും ഒക്കെ ഹസ്ബൻഡിനെയും ഒക്കെ കാണിക്കുന്നു. അങ്ങനെയൊക്കെ ഞാൻ ആ ഒരു ടേബിളിൽ ഇരുന്നിട്ടാണ് എൻ്റെ ആഹ്ലാദ പ്രകടനമൊക്കെ ഞാൻ ചിന്തിച്ചതൊക്കെ. അതുപോലെ തന്നെയാണ് ഓരോന്നും ഞാൻ അവിടെ ഇരുന്ന് തന്നെ
തന്നെയാണ് വാച്ച് ചെയ്തത് ആ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഉള്ളത്. അപ്പം അത് കാണുന്നു. പിന്നെ എന്താണ്, ചാനൽ സക്സസ് ആകുന്നു, 1000 സബ്സ്ക്രൈബേഴ്സ് കയറുന്നു, ഇത് ആഘോഷിക്കുന്നു, കേക്ക് വാങ്ങുന്നു, ഇങ്ങനെയൊക്കെ ഓടിച്ച് ഒരു വിഷ്വലൈസേഷൻ. എന്നാൽ എനിക്ക് ആ ഫീലിംഗ് വന്ന് ഞാൻ സന്തോഷം കൊണ്ട് സത്യം പറഞ്ഞാൽ ചില സമയത്ത് ആനന്ദ കണ്ണീരുണ്ടല്ലോ, അതൊക്കെ വന്നിട്ടുണ്ട്. അത്രയ്ക്കും വിഷ്വലൈസേഷൻ. കാരണം എൻ്റെ ആഗ്രഹം, എൻ്റെ പാഷനാണ് ആയി മാറി ഈ ചാനൽ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ അത് ചെയ്തു, വിഷ്വലൈസേഷൻ നന്നായിട്ട് ചെയ്തു. പിന്നെ ഞാൻ ചെയ്തത് ഈ നമുക്ക് നമ്മുടെ ചാനലിന് വേണ്ടിയിട്ട് ഒരുപാട് അഫർമേഷൻസ് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. ഗ്രാറ്റിറ്റ്യൂഡ് അഫർമേഷൻ 5 എണ്ണം ഞാൻ എഴുതി സെറ്റ് ചെയ്തിട്ട് എനിക്ക് വേണ്ടിയിട്ട് എഴുതി തയ്യാറാക്കിയിട്ട് ഈ 5 അഫർമേഷനും എനിക്ക് സമയം കിട്ടുന്നതനുസരിച്ച് റിപ്പീറ്റ് ചെയ്ത് എഴുതിക്കൊണ്ടേയിരിക്കും. എപ്പോൾ ചിലപ്പോൾ മോള് സ്കൂളിലൊക്കെ പോയിട്ട് എനിക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ ഞാൻ എണ്ണ ഒന്നും നോക്കാറില്ല. എന്തായാലും 3 തവണയിൽ കൂടുതൽ എഴുതും. ഓരോന്ന് എഴുതി ആ ഒരു സന്തോഷം, അത് എഴുതുമ്പോൾ തന്നെ എനിക്ക് സന്തോഷം വരും. ഒരു ചാനൽ സക്സസ്ഫുള്ളായി, ചാനൽ സ്റ്റാർട്ട് ചെയ്തു, അങ്ങനെയൊക്കെ എഴുതുമ്പോൾ ഭയങ്കരമായിട്ട് ഞാൻ ആ ലോകത്താകും. അപ്പോൾ അങ്ങനെ ഞാൻ 5 അഫർമേഷൻ അതിന് വേണ്ടിയിട്ട് എഴുതി വെച്ചിട്ട് ചെയ്യുമായിരുന്നു. അത് പോരാതെ ഞാൻ എൻ്റെ വെറുതെ ഇരിക്കുന്ന സമയത്ത്, നമ്മൾ കിച്ചണിൽ നിൽക്കുന്ന സമയത്ത് മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മളുടെ ചിന്ത മറ്റുള്ളതിലോട്ടൊന്നും പോകാതെ ഇതിലേക്ക് വരാനായിട്ട് അഫർമേഷൻ ഞാൻ വളരെ വേഗത്തിലും എളുപ്പത്തിലും എനിക്ക് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ സാധിച്ചതിന് നന്ദി. സ്പീഡിൽ പറയും കേട്ടോ. അപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതുപോലെ യൂട്യൂബിൽ നമ്മൾ കാണുമ്പോൾ അതിൽ ഈ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണവും വ്യൂവേഴ്സിൻ്റെ ലൈക്കിൻ്റെ എണ്ണമൊക്കെ കണ്ടിട്ട് എൻ്റെ ചാനലും ഇതുപോലെ സബ്സ്ക്രൈബേഴ്സ് കൂടും. എൻ്റെ ചാനൽ ആശാജി കുമാർ എഴുതിക്കുന്നു, ഇങ്ങനെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം, അതൊക്കെ ഞാനും ഇങ്ങനെ എൻ്റേതായിട്ട് വിഷ്വലൈസേഷൻ ചെയ്യും. എന്നിട്ട് അവരെ ബ്ലെസ് ചെയ്യും. ആ ചാനൽ ആരുടെയാണോ ഈശ്വര, അവർക്ക് ഇനിയും സബ്സ്ക്രൈബേഴ്സ് കൂടട്ടെ, അവരുടെ ചാനലും ഗ്രോ ചെയ്യുന്നത് ഞാനിങ്ങനെ വിഷ്വലൈസേഷൻ ചെയ്യും. അങ്ങനെയൊക്കെ അത് ചെയ്തിരുന്നു. ബ്ലെസ്സിങ്സും ഗ്രാറ്റിറ്റ്യൂഡും അങ്ങനെ ചെയ്തു. പിന്നെ ഒരു ആക്ഷൻ എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. ഞാൻ ദേവുമായിട്ട് ചേർന്നിട്ട് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത് വെച്ചു. അപ്പോൾ അങ്ങനെ ആക്ഷൻ എൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. പിന്നെ ഒരിക്കലും ഞാൻ എൻ്റെ ചാനൽ സക്സസ് ആവുമോ ഇല്ലയോ എന്നുള്ള ഒരു നെഗറ്റീവായിട്ട് ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. സക്സസ് ആകും എന്ന് തന്നെ എൻ്റെ മനസ്സിൽ ഇതൊക്കെ ഉള്ളൂ. കാരണം ഞാൻ ഈ സബ്സ്ക്രൈബേഴ്സ് കൂടുന്നത്, വ്യൂ ടൈം കൂടുന്നത്, ഇതൊക്കെ തന്നെയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ആ ഒരു നെഗറ്റീവ് എന്നുള്ളത് എൻ്റെ മനസ്സിലില്ല. എന്നെ പലരും ചോദിച്ചിട്ടുണ്ട്, എങ്ങനെയുണ്ട് ഇപ്പം ചാനൽ പോകുന്നുണ്ടോ, നല്ല രീതിയിൽ പോകുന്നുണ്ടോ? അങ്ങനെയൊന്നും ഞാൻ അപ്പോഴും നെഗറ്റീവ് ഒന്നും ചിന്തിക്കാറില്ല. ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് എല്ലാവരും എന്നോട് പറഞ്ഞു, ഈ കണ്ടൻറ് ഒന്ന് മാറ്റി പിടിക്കുന്നു, എന്തായാലും ഈ കണ്ടൻറ്റിന് മുൻപോട്ട് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും, വേറെന്തെങ്കിലും, അല്ലെങ്കിൽ യാത്ര എനിക്കിഷ്ടമാണ്, അല്ലെങ്കിൽ യാത്രാ വിവരണങ്ങളോ, അല്ലെങ്കിൽ എന്തെങ്കിലും കുക്കിങ്ങോ, അല്ലെങ്കിൽ വേറെ ചെടി നടുന്നതോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യൂ, അല്ലാതെ ഇതിൽ വ്യൂവേഴ്സ് കിട്ടാൻ വളരെ സാധ്യത കുറവാണെന്ന് എല്ലാവരും പറഞ്ഞു. പക്ഷെ ഞാൻ എൻ്റെ ആ ഒരു മനസ്സിലെ ഉറച്ച തീരുമാനത്തിൽ നിന്ന് വിട്ടില്ല കേട്ടോ. എൻ്റെ ആഗ്രഹം നടക്കുമെന്ന് തന്നെ ഞാൻ അടിവരയിട്ട് എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നു. മിററിൽ നോക്കി പറയും, നിൻ്റെ ചാനൽ സക്സസ് ആകും എന്നൊക്കെ ഞാൻ പറയാൻ തുടങ്ങി. അപ്പോൾ ഈശ്വരാനുഗ്രഹം എല്ലാം ഞാൻ ആഗ്രഹിച്ചതുപോലെ നടന്നു. സക്സസ് ആയിട്ട് തന്നെയാണ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് സ്നേഹം, എനിക്ക് വേണ്ടുവോളം തരുന്ന വ്യൂവേഴ്സും സബ്സ്ക്രൈബേഴ്സും ധാരാളം ഉണ്ട്. എൻ്റെ ചാനലിന് നല്ല മൂല്യവത്തായ കണ്ടൻറ്റ് ഇടാൻ എനിക്ക് സാധിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അതിങ്ങനെ മുൻപോട്ട് പോയിക്കൊണ്ട് ലെറ്റ് ഇറ്റ് ഗോ. അവിടെ ഞാൻ ചെയ്തത് എൻ്റെ ആഗ്രഹത്തെ ചൊല്ലി ഒരു നെഗറ്റീവ് ഞാൻ ചിന്തിച്ചിട്ടില്ല. അങ്ങനെ ലെറ്റ് ഇറ്റ് ഗോ ചെയ്ത് വിട്ടിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ അതിനെക്കുറിച്ച് നെഗറ്റീവ് ഒന്നും ചിന്തിക്കാറില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ കൂടെ എൻ്റെ ചാനൽ മുൻപോട്ട് പോകുമെന്ന് ഞാൻ എൻ്റെ മനസ്സിനെ ഉറപ്പിച്ചു. അങ്ങനെ ഈ യാത്ര ഇങ്ങനെ തുടരുകയാണ്. അപ്പോൾ ഈ ഒരു പ്രോസസ്സിങ്ങിലൂടെയാണ് ഞാൻ മുൻപോട്ട് പോകുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഞാൻ അഫർമേഷൻസ് ഒക്കെ എഴുതി വെക്കാറുണ്ട് എൻ്റെ ചാനലിനെ കുറിച്ചിട്ട്. കണ്ടോ, എനിക്ക് അപ്പോൾ എന്തൊക്കെ തോന്നുമോ ചാനലിനെ കുറിച്ച് പോസിറ്റീവായിട്ട്, അതൊക്കെ ഞാൻ ഈ ഡയറിയുടെ ഫ്രണ്ടിലാണ് ഓരോന്നും എഴുതുന്നത് കേട്ടോ. ഗ്രാറ്റിറ്റ്യൂഡ് ഇത് ബാക്കിൽ. അപ്പോൾ ഇത് എൻ്റെ ചാനലിന് വേണ്ടിയിട്ട് ഓരോ സ്റ്റെപ്പ് ഞാൻ എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ ഓർമ്മ വരുന്നതനുസരിച്ച് ചിലപ്പോൾ അന്നേരം കയ്യിൽ കിട്ടുന്ന പേന വെച്ചിട്ടായിരിക്കും ഒക്കെ എഴുതുന്നത് കേട്ടോ. ഓരോ കളറിലൊക്കെ കാണും. അതായത് ഇങ്ങനെയൊക്കെ എഴുതി വെക്കാറുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ ചാനലിനോട്, അത് ജനിക്കുന്നതിന് മുമ്പ് ചാനലിനെ ഒരുപാട് സ്നേഹിച്ച ആളാണ് ഞാൻ. ഇപ്പോൾ അതുപോലെ ആ സ്നേഹം എനിക്ക് ചാനലിന് തിരിച്ച് കിട്ടുന്നുണ്ട്. അതുപോലെ ഈ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഓടിച്ചൊന്ന് പറഞ്ഞുതരാം. ആദ്യം നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹം
വ്യക്തമായിട്ട് എഴുതി വയ്ക്കുക. പിന്നെ ഒരു ഡൗട്ടും കൂടാതെ അത് നേടിയെടുത്തതായിട്ട് ഒരു സ്ക്രിപ്റ്റിംഗ് എഴുതുക. എഴുതിയത് വളരെ നല്ല രീതിയിൽ വിഷ്വലൈസേഷൻ ചെയ്യുക. ആഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട 5 ഗ്രാറ്റിറ്റ്യൂഡ് അഫർമേഷൻസ് നിങ്ങൾ എഴുതി തയ്യാറാക്കിയിട്ട് ദിവസവും അത് എഴുതാൻ ശ്രമിക്കുക. ആഗ്രഹങ്ങൾ ഗോൾ ലിസ്റ്റിലും കൂടെ എഴുതുക. ഗോൾ ലിസ്റ്റിൽ എഴുതി വെക്കുക കേട്ടോ. ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഗ്രാറ്റിറ്റ്യൂഡും ആഗ്രഹത്തെ ചൊല്ലി ഗ്രാറ്റിറ്റ്യൂഡും ബ്ലെസ്സിങ്സും ചെയ്യുക. ഒരു ആക്ഷൻ എടുക്കുക ആഗ്രഹത്തിന് വേണ്ടിയിട്ട്. ലെറ്റ് ഇറ്റ് ഗോ ചെയ്യുക. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ അപ്പോൾ ചെയ്യുന്ന ഈ പ്രസൻ്റ്ലി ചെയ്യുന്ന പ്രവൃത്തി വളരെ ആത്മാർത്ഥമായിട്ട് സിൻസിയറായിട്ട് ചെയ്ത് മുൻപോട്ട് പോവുക. നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കുക, 100% നടക്കും. എൻ്റെ ചാനൽ സക്സസ്ഫുള്ളായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും എനിക്ക് പറയാൻ സാധിക്കും, നമ്മുടെ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് വളരെ കൃത്യമായിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് റിസൾട്ട് ലഭിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതിയെടുക്കാം കേട്ടോ. ഇത്രയാണ് ഞാൻ ഉപയോഗിച്ച സ്റ്റെപ്പുകൾ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ കണ്ടന്റ് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.